അങ്ങനെ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ജോലിക്ക് പോണ കാരണം ഉച്ച തിരിഞ്ഞ് ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പം ഇന്ന് ഞാൻ ജോലിക്ക് പോയിട്ടില്ലല്ലോ, തേങ്ങ ചിരകി കുറച്ച് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. ഈ കാലങ്ങൾക്ക് ശേഷം ഉച്ച തിരിഞ്ഞ് പലഹാരം ഉണ്ടാക്കുന്നത് ഇന്നാണ് കേട്ടോ. ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഉച്ച തിരിഞ്ഞ് പലഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഇന്നേ ഏറ്റവും എനിക്കൊരു മോഹം പുട്ടൊരു കഷ്ണം ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ കുറച്ച് നാളികേരം ചിരകി ഇതേ ഒരു കുമ്പം പുട്ടുണ്ടാക്കിയിട്ടോ. ബാക്കി നാളികേരം കൊണ്ട് ഞാൻ നാളെ രാവിലത്തെ വേണ്ട സാധനം മാവൊക്കെ അരച്ച് വയ്ക്കാനാണ് ബാക്കിയുള്ള നാളികേരം. ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഉച്ച തിരിഞ്ഞുള്ള ഒരു ഇന്ന് ബേക്കറി പകരം പുട്ട്, ഒരു കഷ്ണം പുട്ട് എനിക്ക് ഒരു കഷ്ണം പുട്ട് ലീജാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് പുട്ട്, പിന്നെ അട, പിന്നെ എന്തൊരു ഉണ്ടാക്കുമ്പോൾ അമ്മമാർ കോഴിക്കുട്ട, പീച്ചാമ്പൊടി, ഇതൊക്കെയാണ് നമുക്ക് ഉച്ച തിരിഞ്ഞുള്ള കാപ്പിക്ക് ഉണ്ടാവാറില്ല. നമ്മുടെ 5 മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും ബേക്കറി പലഹാരം മേടിക്കാൻ പറ്റില്ല. പിന്നെ ബാക്കി ഉണ്ടാവണം ആ കൂടി കിട്ടുന്ന ബേക്കറി റസ്ക്കാണ്. അത് നമ്മുടെ അമ്മമാർ വിറകടുപ്പിൽ അല്ലെങ്കിൽ അർക്കാപ്പൊടിയൊക്കെ ഇടിച്ച് അർക്കാപ്പൊടി കുറ്റി മീൻ ഇതൊക്കെ ഉണ്ടാക്കി തരും അല്ലേ. അപ്പം ഞാനതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നിന്ന് ഉച്ചരിഞ്ഞുള്ള എൻ്റെ പുട്ടും ചായ കേട്ടോ. പുട്ടും ചായയും അപ്പോൾ ഞാൻ ഉണ്ടാക്കണം. ഓക്കേ, പറയാം. ഈ ബാക്കിയുള്ള തേങ്ങ കൊണ്ട് ഞാൻ നാളെ രാവിലത്തേക്ക് വേണ്ട മാവ് അരച്ച് വയ്ക്കാനാട്ടോ. എന്തെങ്കിലും ഒന്ന് രാവിലത്തേക്ക് ഉണ്ടാക്കണം. ചോറ് കുറയ്ക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ 4 മണിയിലത്തെ ആവി പറക്കണ പുട്ട് കണ്ടോ. ആവി പറക്കണ പുട്ട് നമുക്ക് സ്റ്റീലിൻ്റെ എണ്ണത്തിൽ കുത്തിയിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, നമ്മുടെ 4 മണി പലഹാരം. നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ചായ, പണ്ട് കട്ടൻ ചായ, ഇന്ന് ഞാൻ പാൽ ചായ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും 4 മണി പലഹാരത്തിന് ടാറ്റാ.